End of the day, every education is to build yourself up. It is not as ഒരു സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആകുന്നതുകൊണ്ടല്ല, ആ എക്സ്പെർട്ട് ആയതുകൊണ്ട് ദ പേഴ്സൺ ഹസ് ബിക്കം സംതിങ് എന്നുള്ള അവയർനെസ്സിലാണ് ആക്ച്വൽ എഡ്യൂക്കേഷൻ ഇരിക്കുന്നത്. ഫൗണ്ടേഷണൽ സ്കിൽ സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് അറിയണമെന്ന് പറയുന്ന പോലെ യു നീഡ് ടു നോ ദാറ്റ് ഇൻ ഡെപ്ത് ഇൻ റീസണബിളി ഗുഡ് ഫോം ആൻഡ് ഷേപ്പ്. AI ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ അടുത്ത് പേരൻസ് ഒന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ഏത് സെലക്ട് ചെയ്തത്. ഐ എം നോട്ട് എ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്, ബട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഐ നോ വാട്ട്സ് ഗോയിങ് ടു ബി ബെറ്റർ. ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ പിള്ളേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡ്രീംസിന് ഭയങ്കരമായിട്ട് വലുതാക്കാൻ പറ്റും. അത് കോളേജിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ദേ ബ്ലെസ്ഡ്. ഐ മീൻ ആ കപ്പാസിറ്റി കോളേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇയർ മുതൽ അങ്ങനെ ഒരു എക്സ്പോഷറും അങ്ങനത്തെ പേപ്പേഴ്സ് വരെ എഴുതി അത് ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും കമ്പനികളിൽ അതിന് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ബേസിക്കലി സം സോർട്ട് ഓഫ് ആൻ എക്സ്പോഷർ. ആരെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മെന്റലി വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് മെന്റർ എന്ന് ഉദ്ദേശിച്ചത്. ശമ്പളമല്ല നമ്മൾ നോക്കേണ്ടത്. what is that worthiness in you because of which you should get that.